നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം കേരളത്തിലുള്ള പല സ്റ്റുഡൻസിനും അല്ലെങ്കിൽ പല കുട്ടികൾക്കുമുള്ള ഒരു ധാരണയാണ്, അതായത് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ സ്മാർട്ട് അല്ല എന്നൊരു ചിന്തയുണ്ട്. അത് സത്യത്തിൽ ശരിയാണോ? ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയുന്ന, പക്ഷെ ഭയങ്കര കോൺഫിഡൻറ്റോടു കൂടി സംസാരിക്കുന്ന, അതായത് കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് അല്ല എന്നാലും ഒപ്പിച്ച് പറഞ്ഞിട്ടാണെങ്കിൽ കൂടി വളരെ കോൺഫിഡൻറ്റോടു കൂടി സംസാരിക്കുന്ന കുട്ടി ആയിരിക്കുമോ, അല്ലെങ്കിൽ നല്ല കറക്റ്റ് ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് പക്ഷെ സീറോ എനർജിയിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയെ, ഇവർ രണ്ടുപേരിൽ ആരായിരിക്കും ഒരു ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യുക? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം കേരളത്തിലുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഇപ്പം ഞാൻ കമ്പയർ ചെയ്യല്ല കേട്ടോ, കാരണം നമ്മൾ നോർമലി കാണുന്ന ഒരു സാധനമാണ്. ഇപ്പം നമ്മുടെ കാസർഗോഡിന്റെ തൊട്ടടുത്താണ് ബാംഗ്ലൂർ ഉള്ളത് അല്ലെ, മംഗലാപുരം. അവിടുത്തെ കുട്ടികളെയും നമ്മുടെ കേരളത്തിലെ കുട്ടികളെയും ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒട്ടുമില്ല. അവര് നല്ല മാർക്കോടുകൂടി ഫുൾ A+ ഒക്കെ മേടിച്ച് വന്ന കുട്ടികളായിരിക്കാം, നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുകയും ചെയ്യുമായിരിക്കാം. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അവര് പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ തന്നെ അവര് പെട്ടെന്ന് അത് തീർത്തിട്ട് എങ്ങനെയെങ്കിലും മിണ്ടാതിരിക്കാം എന്നുള്ള ഒരു രീതിയാണ്. റിട്ടൺ ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടും. അതെ, പക്ഷെ ഒരു നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് പലപ്പോഴും അതിൽ വിജയിക്കാൻ സാധിച്ചെന്ന് വരാറില്ല. അതിന്റെ മെയിൻ ഇഷ്യൂ കോൺഫിഡൻസ് ലെവൽ കുറവുള്ളത് എന്ന് തന്നെയാണ്. ഒരു തെറ്റായ ധാരണയുണ്ട്, ഞാൻ പറയുന്ന ഇംഗ്ലീഷ് അത്ര നല്ലതല്ല, അത്ര ഫ്ലുവൻ്റ് അല്ല, അപ്പം ആൾക്കാർ എന്നെ കളിയാക്കുമോ, ഞാൻ ഫ്ലുവൻസി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടെ ശോഭിക്കാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. സോ നമ്മൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഒരു ജോലിക്ക് ഒരാളെ എടുക്കാൻ പോവാണ്, വളരെ സ്മാർട്ട് ആൻഡ് എനർജറ്റിക് ആണ്, പക്ഷെ അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ല. അതേ സമയത്ത് കാര്യങ്ങളെല്ലാം നല്ല എനർജിയോടുകൂടി നല്ല സ്മാർട്ടായിട്ട് ചെയ്യുകയാണ് ഒരു കുട്ടി. മറ്റേ കുട്ടി ഇംഗ്ലീഷൊക്കെ അടിപൊളിയാണ്, പക്ഷെ ആ മുഖത്തുള്ള ടെൻഷനും അല്ലെങ്കിൽ പുറത്തേക്ക് വാക്കുകളൊന്നും വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ സെലക്ട് ചെയ്യും? സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം എങ്ങനെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെ എത്രത്തോളം സ്മാർട്ടായിട്ടാണ് ആ കുട്ടി അവിടെ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ അവിടെ ഒരു ബാരിയർ അല്ല. ഒരു ചെറിയ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ലെവൽ ഓഫ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അതേ സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആ അറിയുന്ന കാര്യം വളരെ സ്മാർട്ടായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും നമ്മളിവിടെ ഡെലിവർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ASAPന്റെ കുറെ കോഴ്സസ് കൊടുക്കാറുണ്ട്. കോളേജുകളിൽ പോകുമ്പോൾ 60 hours-ന്റെ 40 hours-ന്റെ അതുപോലെ 3 days-ന്റെ വരെ കോഴ്സസ് കൊടുക്കാറുണ്ട്. നമ്മളവിടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. കാരണം കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ അവർക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് അവർ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ഡെലിവർ ചെയ്യും. പക്ഷെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എത്ര കമ്മ്യൂണിക്കേഷൻ നന്നായാലും അതുകൊണ്ട് ഒരു കാര്യമില്ല, കൺവേ ചെയ്യാൻ പറ്റില്ല. കാരണം ടെൻഷൻ കാരണം അവൻ വിചാരിച്ച കാര്യം അവന് പറയാൻ പറ്റുന്നില്ല, അത് വിഴുങ്ങി പോവാണ്. സോ അവിടെ അതുകൊണ്ട് കാര്യമില്ല, ലാംഗ്വേജ് കൊണ്ട് കാര്യമില്ല. പക്ഷെ ലാംഗ്വേജ് ഒരു മിനിമം ലെവൽ വേണം. അതിന്റെ കൂടെ നമ്മൾക്കൊരു കോൺഫിഡൻസും അത് ഡെലിവർ ചെയ്യാനുള്ള ആ ഒരു നമ്മുടെ പെർഫോമൻസ് സ്കില്ലും നമ്മുടെ ആ സ്മാർട്ട്നെസ്സും അതൊക്കെയാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായ ധാരണയാണ്. എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു പരാജയമാണ് എന്ന് ആ കുട്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും തെറ്റായ ഒരു കാര്യമാണ്. അതേസമയത്ത് ലാംഗ്വേജിലല്ല, നമ്മുടെ മൈൻഡ് സെറ്റിലാണ്. അതാണ് നമ്മൾ ശരിക്കും ഒരു ഔട്ട് ഓഫ് കേരള, ഇപ്പം നോർത്തിലൊക്കെ ഞാൻ കുറച്ച് നാൾ പഠിപ്പിക്കാനൊക്കെ പോയ സമയത്ത് ഞാനിപ്പോൾ PhD ചെയ്യുന്നതൊക്കെ നോർത്തിൽ തന്നെയാണ്. അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസിനെ ഞാൻ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഇംഗ്ലീഷ് എന്ന് കേട്ടാൽ നമുക്ക് ചിരി വരും. കാരണം നമ്മുടെ കുട്ടികൾക്ക് അറിയുന്നതിന്റെ ഒരു പകുതി പോലും അവിടുത്തെ കുട്ടികൾക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ അവർക്ക് അറിയാവുന്ന ആ ഇംഗ്ലീഷ് വെച്ച് അവർ പറയുന്നത് ഭയങ്കര കോൺഫിഡന്റ് ആണ്. നമ്മളെക്കാട്ടും അടിപൊളിയായിട്ട് അവർ പറയുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് മതി നമുക്ക് ഒരു ഇംപ്രഷൻ തോന്നും അവരുടെ അടുത്തേക്ക്. നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും ഇതിന്റെ ഇരട്ടി ഇംഗ്ലീഷ് അറിയാം. കാരണം അവർ LKG മുതലേ നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു വരുന്ന കുട്ടികളാണ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇനി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുറെ ടിപ്സ് ഉണ്ട്. നമുക്ക് എങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാം, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ കൂട്ടാം എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്.
അപ്പം അതിനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് അറിയാത്ത സമയത്ത് ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറഞ്ഞാൽ മിറർ ടോക്കിംഗ് ആണ്. അല്ലെ, അതിപ്പോ കോൺഫിഡൻസ് കൂട്ടാൻ എപ്പോഴും, ഇപ്പോൾ നമ്മളൊരു ഷോ നടത്താൻ പോകുമ്പോഴാണെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഞാൻ അവിടെ പോയി എന്ത് പറയും എന്ന് തോന്നുന്നത്, നമ്മളൊരു മിററിന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ അവിടെ പറയേണ്ട കാര്യം റിഹേഴ്സ് ചെയ്താൽ കുറച്ചൊക്കെ നമുക്ക് ഓക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ഇനി ഇതിലും നല്ലൊരു പ്രോസസ്സ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ എടുക്കുക. ഞാൻ ഇന്റർവ്യൂവിന് പോവാണ്. ഞാൻ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഞാൻ എങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? അതൊന്ന് ഞാനൊരു വീഡിയോ എടുക്കാം, എന്നിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് വളരെ ബോറായിട്ടൊക്കെ തോന്നും കേട്ടോ, ഞാൻ എന്താ ഈ പറഞ്ഞു വെച്ചേക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോ. പക്ഷെ അത് നമ്മൾ എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മാറ്റമാണോ വരുത്തേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ജഡ്ജ് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഇംപ്രൂവ്മെന്റ് വരണമെങ്കിൽ, അപ്പൊ മിറർ ടോക്കിങ്ങിൽ നമുക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് എവിടെയാണ് വേണ്ടതെന്ന് കിട്ടില്ല. കാരണം നമ്മൾ നേരിട്ട് കാണാൻ അത് അവിടെ തീർന്നു. പക്ഷെ ഈ ഒരു വീഡിയോ ഇപ്പൊ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിപ്പോ ഇത് ബെസ്റ്റ് ആണ് എന്ന് തോന്നിയാൽ, ഇപ്പൊ ഒരു 2-3 ടേക്സ് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത് അടിപൊളിയാണ്, ഇതാണ് എൻ്റെ ബെസ്റ്റ് എന്ന് നമ്മൾ വിചാരിച്ച ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അയച്ചു കൊടുത്താൽ അവർ ഇനിയും എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അവർ നമ്മൾ സജഷൻസ് നമുക്ക് തരും. സോ അത് നല്ലൊരു വേ ആണ്, നമുക്ക് ഈ ഒരു ടിപ്പാണ് ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള. അപ്പം അതൊരു നല്ലൊരു ഇങ്ങനെ കുറച്ച് ഇനി ഡെയിലി ഒരു 5 സെന്റൻസ് പഠിക്കുക. ലൈക്ക് നമ്മളിപ്പം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷന് പോകുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം, പുതിയ എന്തെങ്കിലും ഒരു വേർഡ്, പുതിയ സെന്റൻസസ്, എന്തെങ്കിലും പുതിയ വേർഡ്സുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ ചെറിയ വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്താൽ കുറേയും കൂടെ നല്ല കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെയുള്ള ചെറിയ വാക്കുകൾ നമ്മൾ പഠിക്കുക, അത് നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓവർ തിങ്കിങ് ആണ്. അതെ, ഓവർ തിങ്കിങ് എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ്. അപ്പം സമയത്തൊക്കെ ചെറിയ രീതിയിൽ എല്ലാവർക്കും ഓവർ തിങ്കിങ് ഉണ്ട്. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാലാണ് ഒരു ഇഷ്യൂ. അപ്പൊ ഞാൻ ഇത് പറഞ്ഞാൽ എന്താകും, ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോ അവരെന്ത് വിചാരിക്കും, അങ്ങനെ കുറെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ തിങ്ക് ചെയ്ത് എന്നാ വേണ്ട, അത് പറയണ്ട, പോകാതിരുന്ന അതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ വരെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. കോൺഫിഡൻസ് കൂട്ടണമെങ്കിൽ ഓവർ തിങ്ക്, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെ അവരെന്ത് വിചാരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോയാൽ ശരിക്കും ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് ചിലപ്പം വേണ്ട, ഈ പരിപാടിയെ നമുക്ക് വേണ്ട എന്നോർത്ത് നമ്മൾ ക്യാൻസൽ ചെയ്യും. സോ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അത് കോൺഫിഡൻസ് ബിൽഡിങ്ങിന് ഒരു വലിയൊരു ലാഡറാണ് കയറാൻ പറ്റിയത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കുറേയൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടാൻ പറ്റും. പിന്നെ എക്സ്പോഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഒരു കുട്ടിയോട് സംസാരിക്കാൻ എനിക്ക് സ്ഥിരം ചെയ്യേണ്ട വരുന്നൊരു കാര്യമാണ്. നോർമലി ഒരു ക്രൗഡ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോയിട്ട് ആരെങ്കിലും ഒരാൾ നിങ്ങളെക്കുറിച്ച് ഒരു 1 മിനിറ്റ് സെൽഫ് ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് 1 മിനിറ്റ് സംസാരിക്കാമോ എന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് ചോദിച്ചാൽ ഒറ്റ ഒരാൾ വരില്ല. മലയാളത്തിലെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരു 1 മിനിറ്റ് സംസാരിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 90% കുട്ടികളും വരാറില്ല. 90 എന്നല്ല, 98% കുട്ടികളും വരാറില്ല. ഒരു 5 കോളേജിൽ ഞാൻ പോയാൽ അതിൽ ഒരു കോളേജിലത്തെ ഏതെങ്കിലും ഒരു ബാച്ചിലെ ഒരു കുട്ടി വന്നാൽ ഭാഗ്യം എന്ന് പറയും. അങ്ങനെയാണ് അനുഭവം. കാരണം ഇത്രയും കോളേജസിൽ ഈ 13 years ആയിട്ട് ഞാൻ പോയിട്ട് പറയാണ്, പണ്ടൊരു 3-4 കുട്ടികളെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5 years നോക്കുകയാണെങ്കിൽ അതിൽ ഒരു കുട്ടി വന്നാൽ ഭാഗ്യം. അതും വരൽ കുറവാണ്. സോ അത്രയും കുട്ടികൾ കോൺഫിഡൻറ്റ് അല്ല. അതും ബെസ്റ്റ് കുട്ടികളായിരിക്കാം, പക്ഷെ ഒരു ക്രൗഡിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ പേടിയാണ്. എനിക്കും അത് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം കുറച്ച് റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കണം, കുറച്ച് മുമ്പത്തെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, കമ്പയർ ചെയ്യാൻ പാടില്ല പക്ഷെ എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ, നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയാൽ തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് കുട്ടികളൊക്കെ വന്ന് നോക്കും, ആരാണ് വന്നിരിക്കുന്നത് നോക്കും, അവരോട് സംസാരിക്കും അല്ലെ. പക്ഷെ ഇപ്പോ ചിലപ്പോ അവിടെ ഒരു കുട്ടി ഉണ്ടെന്ന് പോലും നമുക്ക് അറിയില്ല.
കാരണം അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവരുടെ ഒരു ചെറിയ സ്പേസിൽ അവര് ശരിക്കും കംഫർട്ടായിട്ട് ആൾക്കാർ വരുന്ന കണ്ട അവര് എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞ് അവര് റൂമിലേക്ക് കയറി ഇരിക്കുന്നതാണ്. അതുപോലെ ഫോൺ കോൾസ് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നമ്മള് അവരെ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഞാൻ ബാത്റൂമിൽ പോയി എന്ന് പറഞ്ഞേക്ക്. അങ്ങനെ അവർക്ക് സംസാരിക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ. പൊതുവെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തന്നെ പുറത്തു പോയി സംസാരിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് കുറവാണ്. പൊതുവേ നല്ല നന്നായി കുറയും. ഇപ്പൊ നമ്മള് പണ്ട് ബസ്സിൽ പോകുന്നത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊക്കെ പഠിക്കുന്ന ആ ഒരു 5-6 years ബാക്ക്, അധികം ഒന്നും പോണ്ട, നമ്മളൊരു ബസ്സിൽ പോവാണെങ്കിൽ സൈഡിലിരിക്കുന്ന പ്രായമായവരൊക്കെ ചോദിക്കാം എവിടെ പോവാ മോള്, വീട്ടിലാരൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. നമ്മൾ അവരോട് ചോദിക്കും എവിടെ പോവാ, അപ്പൊ അവരും പറയാം. അങ്ങനെ നമുക്കൊരു ബോർ അടിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ബസ്സിൽ കയറി എന്താ ചെയ്യാ, ഒന്നെങ്കിൽ ഫോൺ, അതെ ഫോണിൽ മെസ്സേജസ് നോക്കും, അപ്പൊ നമ്മളോട് മിണ്ടാൻ വരുന്നവർക്ക് തന്നെ നമ്മൾ അതൊരു നോ പറയുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്ത്. എന്നോട് മിണ്ടണ്ട, എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് നമ്മളത് വിചാരിച്ചിട്ടായിരിക്കില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ അങ്ങനെ ചെയ്യും. ഇപ്പൊ കുട്ടികളോടാണെങ്കിൽ സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത പോലെയാണ് അവർ റിപ്ലൈ കൊടുക്കുന്നത്. എന്തിന് എന്നോട് ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യം? അവരുടെ മുഖത്തെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അങ്ങനെ ഒരു ഫീല് തോന്നുമ്പോ പിന്നെ ആരും ചോദിക്കാൻ പോകാറില്ല. അതുപോലെ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ട് സംസാരിക്കുമ്പോ കുട്ടികൾക്ക്. അത് ഫ്ലുവൻസി പിന്നെ അതിപ്പോ കൊറേ കുട്ടികൾക്ക് വരുന്നുണ്ട്. പിന്നെ അവര് പറഞ്ഞാൽ തീരുന്നില്ല. എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എന്താണ് എനിക്ക് നെക്സ്റ്റ് ചെയ്യാൻ എന്ത് വേർഡാണ് പറയാൻ, സ്ട്രഗിൾ ചെയ്യാണ്. ദേ ആർ സ്ട്രഗ്ലിംഗ് ഫോർ വേർഡ്സ്. അപ്പൊ അത് കിട്ടാത്തതിന്റെ റീസൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല. വീട്ടിലും കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പേരൻസിന് കുട്ടികളോട് സംസാരിക്കാൻ സമയമില്ല. അതിന് നമ്മള് ആയിട്ട് ടൈം കണ്ടെത്തുക. അതെ നമ്മളൊരു ഫാമിലി ടൈം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വീടുകളിൽ ഇല്ല. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? വീടുകളിൽ നിന്നാണ്. അത് അവിടെ തന്നെ കുറഞ്ഞു. പേരൻസിന് കുട്ടികളോട് സംസാരിക്കാൻ ടൈമില്ല. പണ്ടാണെങ്കിൽ കസിൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ ഒരുമിച്ചാണ് അല്ലെ. അതെ. അത് മാത്രല്ല, പേരൻസ് എപ്പോഴും ഇപ്പോഴത്തെ പോലെ തന്നെ പണ്ട് പേരൻസ് ജോലികളിൽ തിരക്കുണ്ട്. അവർക്ക് നമ്മളോട് സംസാരിക്കാൻ വലിയ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളുടെ ഗ്രാൻഡ് പേരൻസും ആന്റിമാരും അങ്കിൾമാരും ഒക്കെ ഉണ്ട്. കസിൻസ് എങ്കിലും ഉണ്ട് അല്ലെ. പാരൻസ് ഒക്കെ ബിസി ആയിരിക്കും. കസിൻസ് നമ്മുടേതായ ഒരു ലോകത്തില് നമ്മൾ പോകും. ഈവൻ സിബ്ലിങ്സ് ആണെങ്കിലും ഒരു 3-4 കുട്ടികളൊക്കെ ഒരു വീട്ടിലുണ്ടാവും. മിനിമം 3 ഒക്കെ ആയിരുന്നു. ഇപ്പൊ അത് മിനിമം 1-ലേക്കൊക്കെ ആയല്ലേ. അപ്പൊ ആ കുട്ടി വേറെ ആരോട് സംസാരിക്കാനാണ്? കുട്ടി കൂടുതലും ഒന്നെങ്കിൽ ഫോണ് അല്ലെങ്കിൽ TV, അങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ. ആ ഒരു കംഫർട്ട് സോണിലാണ് അവരിപ്പോ. അതെ. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ചെറിയ കുട്ടികള് വളരെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അവര് ചെറുപ്പത്തില്, അതായത് ഹിന്ദി അറിയുന്ന കുട്ടികൾ. അതെ. ഇപ്പൊ എന്റെ മോനൊക്കെ ഹിന്ദി നന്നായിട്ട് അറിയാം. എന്റെ ഹസ്ബൻഡ് ഹിന്ദി അറിയേയില്ല. അപ്പം എങ്ങനെ ഇവരിത് പഠിക്കുന്നത്? കാർട്ടൂൺ കണ്ടു പഠിച്ചു. അവന്റെ സ്കൂളിലല്ല പഠിച്ചത്. ഈ പറഞ്ഞ പോലെ കൊറിയൻ കൾച്ചർ കഷ്ടപ്പെട്ടിട്ടാണ് അവർ കൊറിയ പഠിക്കുകയാണ്. അതേപോലെ ഇംഗ്ലീഷ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ, അവള് PG ഒക്കെ കഴിഞ്ഞ ആണ്. പക്ഷെ സ്റ്റിൽ അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്ര ഫ്ലുവന്റ് ഒന്നും അല്ല. പക്ഷെ ഞാൻ അവളുടെ വീട്ടിൽ പോയ സമയത്ത് അവളുടെ കുട്ടി LKG ചേർന്നിട്ടില്ല. പക്ഷെ കുട്ടി വന്നിട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് where is my phone, ആക്സെന്റ്. അപ്പൊ ഐ എം വെരി ഹംഗ്രി എന്നൊക്കെ വന്നിട്ട് പറയാണ്. അപ്പൊ ഞാനിങ്ങനെ, നിന്റെ കുട്ടി തന്നെയാണോ ഇത്? അപ്പൊ അത് തന്നെ എനിക്ക് മനസ്സിലാവും. ഇവള് എവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചതെന്ന് അറിയില്ല. അപ്പം അവളുടെ ഹസ്ബൻഡ് പറഞ്ഞു, എവിടെ നിന്ന് പഠിക്കാൻ, എപ്പോഴും കാർട്ടൂണിന്റെ മുമ്പിലല്ലേ. അപ്പൊ അവര് പറയുന്ന ആ ഒരു നല്ല ആക്സെന്റും ആ ഒരു ഇംഗ്ലീഷൊക്കെ ആ കുട്ടിക്ക് TV-യിൽ കൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ വേറെ ഇഷ്യൂ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരോട് പോയി സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള. അപ്പം എല്ലാത്തിനും ഉണ്ടല്ലോ പോസിറ്റീവും നെഗറ്റീവും. അപ്പൊ അതുപോലെ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ അവര് പല പല കാര്യങ്ങൾ പഠിക്കുന്നു, പല ലാംഗ്വേജസ് പഠിക്കുന്നു, പല ആക്സെന്റ്സ് പഠിക്കുന്നു. പക്ഷെ വേറൊരു സ്ഥലത്ത് അവർക്ക് നേരിട്ട് മനുഷ്യരെ കാണുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കുറവാണ്. കമ്മ്യൂണിക്കേഷനും കോൺഫിഡൻസും ഒക്കെ ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പം അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനും കോൺഫിഡൻസിന്റെ ഒക്കെ ഒരു രീതി പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇതിന്റെ ഒന്നും ഒരു മാനദണ്ഡമേ അല്ല. ഒരു ബേസിക് ഇംഗ്ലീഷ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനിയുള്ള കാലം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് ആപ്പ് ഉണ്ടല്ലേ,
ട്രാൻസ്ലേഷൻ ആപ്സ് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ മലയാളമേ അറിയുള്ളൂ, എനിക്ക് വേറെ ഒരു ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പോലും ഞാനൊരു ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ പോയാലും ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ അത് ജർമ്മനിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാനുള്ള ആപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഇനിയുള്ള കാലത്ത് ഈ പറയുന്ന നമ്മളുടെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദി ഒന്നും അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ കോൺഫിഡൻസും സ്മാർട്ടും സ്കില്ലും അതാണ് നമ്മളുടെ ഇനിയുള്ള മുമ്പോട്ടുള്ള ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം. ആ സ്മാർട്ട്നെസ് നമുക്കുണ്ടോ, നമുക്ക് പുറത്തിറങ്ങിയ ആൾക്കാരോട് മിണ്ടി നമ്മുടെ കാര്യം നേടിയെടുക്കാനുള്ള ഒരു സ്മാർട്ട്നെസ് നമുക്കുണ്ടെങ്കിൽ അവിടെ ലാംഗ്വേജ് ഒരു ബാരിയറേ ആയിരിക്കില്ല. പിന്നെ ഒരു മിനിമം ആ പ്രോംപ്റ്റെങ്കിലും കൊടുക്കാനുള്ള ഒരു ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇനി എന്താണ് മുമ്പോട്ടുള്ളത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പോലെ തോന്നാറില്ല. അവരുടെ മൈൻഡ് ബ്ലാങ്ക് ആയി പോകും. അതെന്തായിരിക്കും അതിൻ്റെ ഒരു റീസൺ? അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത്രയും നാളൊരു ഫിക്സഡ് റൊട്ടീൻ ഉണ്ടായിരുന്നു അല്ലേ, ആ ഒരു റൊട്ടീൻ അവിടെ തീരുകയാണ്. ഇന്നലെ വരെ എനിക്ക് ഡെയിലി രാവിലെ എണീറ്റ് റെഡിയായി കോളേജിൽ പോകണം, അത് കഴിഞ്ഞ് വന്ന് വേറെ പല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നാളെ മുതൽ അതില്ല എന്ന് പറയുമ്പോൾ ഒരു 3 years അല്ലെങ്കിൽ 4 to 5 years PG കഴിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ 5 years തുടർന്നുകൊണ്ടിരുന്ന ആ കുട്ടി 5 years അല്ല കേട്ടോ, LKG മുതൽ നമ്മൾ തുടങ്ങുന്ന ഒരു ഫിക്സഡ് റുട്ടീൻ ആണല്ലേ. രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുന്നു, അതെ, വൈകുന്നേരം വന്ന് ആ ഒരു റുട്ടീൻ പിറ്റേ ദിവസം മുതൽ ഇല്ല. അതൊരു വലിയൊരു ശൂന്യത തന്നെയാണ് അല്ലേ. അപ്പൊ ഇത്രയും നാളും വന്നുകൊണ്ടിരുന്ന ആ ഒരു ഫിക്സഡ് റുട്ടീൻ അവിടെ മാറി. അപ്പൊ തന്നെ ഒരു ബ്ലാങ്ക് ആയി. നാളെ മുതൽ ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. കഴിഞ്ഞില്ലേ, കോളേജ് കഴിഞ്ഞല്ലേ, ഇനി ജോലി കിട്ടിയോ, ഇതായിരിക്കും നമ്മുടെ സൊസൈറ്റിയുടെ. അതേപോലെ കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ചോദ്യങ്ങളുടെ ഒരു മഴ തന്നെ ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി അല്ലെ. ജോലി കഴിഞ്ഞ ഉടനെ, ഐ മീൻ പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലി കിട്ടിയോ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ. ഇത് പണ്ടേ വരുന്ന ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു ഡിഗ്രി കഴിയുമ്പം കുട്ടി ഓൾറെഡി ബ്ലാങ്ക് ആണ്. ബാക്കി എല്ലാവരും ചോദിക്കുമ്പോൾ കൂടുതൽ പാനിക് ആവുകയാണ്. അയ്യോ ഇനി എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ. പിയർ പ്രഷർ ഉണ്ട്. അതായത് ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോ എന്തെങ്കിലും ജോലിക്കൊക്കെ കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ അവര് വേറെന്തെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, ക്യാമ്പസ് ഇന്റർവ്യൂലൊക്കെ അതിലൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട്, സെലക്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ഇത് കിട്ടിയില്ല, അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും, അവർക്ക് അവിടെ ജോലി കിട്ടി. പിന്നെ ഫാമിലിയുടെ എക്സ്പെക്ടേഷൻ, അതൊരു വലിയൊരു ഘടകമാണ്. ഫാമിലി പറയാം നിനക്ക് ഇതൊരു ജോലിയൊന്നും കിട്ടില്ല, നിന്റെ കൂടെ പഠിച്ചവർക്കെല്ലാം ജോലി കിട്ടിയല്ലോ. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ ഇന്റർവ്യൂസിന് പോകുന്നു, അവിടെ കിട്ടാതെ വരുമ്പോൾ നമുക്ക് അയ്യോ കിട്ടില്ലേ, എനിക്കിനി അതിനുള്ള കഴിവില്ലേ. ഒരു 2-3 എണ്ണത്തിന് പോയിട്ട് കിട്ടാതെ വരുമ്പോ പിന്നെ നിരാശയായി. അതെ, പിന്നെ അതുപോലെ ഫാമിലിന്ന് ചിലപ്പോ പറയുകയും ചെയ്യും നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും പൈസ മുടക്കി. അതെ അതെ, ഇത്രയും നാള് ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തു, ഇനിയും നിനക്ക് വേണ്ടി ഞങ്ങൾ ചെലവാക്കണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ വീണ്ടും ആ കുട്ടിക്ക് അയ്യോ ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ. അപ്പൊ അവിടെ ഒരു ബ്ലാങ്ക് വരുന്നുണ്ട്. ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മള് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഗ്രി സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ ചെറിയൊരു ഗോൾ സെറ്റ് ചെയ്താൽ, അതെ, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സൈക്കോളജിക്കലി പറയുമ്പോൾ നമ്മളൊരു 1 month ഗോള്, 1 year ഗോൾ, 5 year ഗോൾസ് ഇത് കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. ഇത് എന്തിനാണ് ഈ ഗോള് സെറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഫൈനൽ ഇയർ കഴിയുമ്പം കൃത്യമായിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റണം. ഇല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് എന്തെങ്കിലും അതിൻ്റെ കൂടെ എടുക്കണമെങ്കിൽ ആ അഡീഷണൽ കോഴ്സ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത കുട്ടിക്ക് വരണമല്ലോ. അതിനാണ് നമ്മൾ ആദ്യമേ പറയുന്നത് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്മാർട്ട് ഗോൾ ആയിരിക്കണം. ആൻഡ് അവിടെ എത്താറായോ എന്നുള്ളത് നമ്മൾ അനലൈസും ചെയ്യണം. ആ സ്മാർട്ട് ഗോളിലേക്ക് നമ്മൾ എത്താറായോ എന്നുള്ളത് എല്ലാ പ്രാവശ്യം നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മൾ അത് മാത്രമല്ല, ഒരു SWOT അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ്. ഈ ഒരു സാധനം എല്ലാ വർഷവും എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. ഇൻഡിവിജ്വൽ SWOT, അതായത് ഓരോ വർഷവും എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്, എൻ്റെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന ത്രെറ്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാവരും സെൽഫ് അസസ് ചെയ്യാം. ഒരു വർഷം ഇപ്പൊ നമ്മുടെ ബർത്ത്ഡേ ഒന്ന് കണക്കാക്കുക. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ SWOT അനാലിസിസ് ചെയ്യണം എല്ലാ വർഷവും. അപ്പൊ എനിക്ക് ഇത്രയും നാളുള്ള എൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് അത് ഞാൻ എഴുതി വെക്കുന്നു. എനിക്ക് എന്തൊക്കെ വീക്ക്നെസ് ഇപ്പം ഉണ്ട്,
അത് എഴുതി വെക്കുന്നു. എൻ്റെ മുമ്പിൽ ഇനിയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എഴുതുന്നു. ഞാൻ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ത്രെഡ്സ് എന്തൊക്കെയാണ്, ഇതിന്റെ യൂസ് എന്താന്ന് പറഞ്ഞാൽ എനിക്കുള്ള സ്ട്രെങ്ത്തുകൾ എന്താന്ന് ഫസ്റ്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ അത് മനസ്സിലാക്കാം. അതെ അതെ, എനിക്ക് ഇത്രയും സ്ട്രെങ്ത്തുകൾ എനിക്കുണ്ട്. നെക്സ്റ്റ് വരുന്നത് വീക്ക്നെസ് ആണ്. അപ്പൊ ഇത്രയും വീക്ക്നെസ് എനിക്കുണ്ട്, അപ്പൊ ഇതിനെ ഓവർകം ചെയ്ത് ഞാൻ അതിനെ എൻ്റെ സ്ട്രെങ്ത് ആക്കി മാറ്റണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണ്, അതെൻ്റെ ഒരു വീക്ക്നെസ് ആണെങ്കിൽ ഞാൻ അത് അനലൈസ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഞാൻ അതിനെ മാറ്റുക. യെസ്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ഈ വീക്ക്നെസ് എൻ്റെ സ്ട്രെങ്ത് ആയി മാറ്റണം. മനസ്സിലായില്ലേ? അതേപോലെ ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ മുമ്പിലുണ്ട് ആസ് എ ഇത് എൻ്റെ ഗ്രാജുവേഷൻ ആണ്. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ചിലപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും സ്കോളർഷിപ്സ് ആയിരിക്കാം, ചിലപ്പം മുന്നോട്ടുള്ള എന്തെങ്കിലും കരിയർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ എഴുതിയെടുത്താൽ മാത്രമല്ലേ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി നേടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുള്ളൂ. സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ത്രെഡ്സ്, എന്തൊക്കെ ത്രെഡ്സ് ആണ് ഇപ്പം ഞാൻ നേരിട്ടോണ്ടിരിക്കുന്നത്, നേരിടാൻ സാധ്യത. അതെ, അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾക്കിപ്പം ഈ പറയുന്ന പോലെ നമുക്കൊരു കരിയർ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ പാരന്റ്സ് ചിലപ്പോൾ അതിലേക്ക് സമ്മതിക്കാൻ സാധ്യതയില്ല, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുമായിരിക്കും, ഫാമിലി നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. അപ്പം അത് നമ്മൾ അനലൈസ് ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യും. ലൈക്ക് ചിലപ്പോൾ ഒരു ചെറിയ ജോബോ അങ്ങനെ എന്തെങ്കിലും ഞാൻ സൈഡായിട്ട് നോക്കും. കാരണം എനിക്ക് ഡിഗ്രി കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി കുറച്ചും കൂടെ ഞാൻ സ്റ്റേബിൾ ആവണം. അപ്പോൾ എനിക്ക് പാരൻസിനെ ഹെൽപ്പ് ചെയ്യണം. അപ്പം ഞാൻ ഒരു ചെറിയ പാർട്ട് ടൈം ജോബിന് ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. ആ സാധനം നമുക്ക് മുമ്പേ ഉണ്ടെങ്കിൽ അത് നമ്മളെ കുറേ കൂടെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ പാരൻസ് ഇതിന് സമ്മതിക്കാൻ സാധ്യതയില്ല, അതൊരു ത്രെട്ട് ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കി കൊടുക്കാം. അതെ, നമുക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. അമ്മ അല്ല അച്ഛൻ്റെ ആഗ്രഹം ഇതാണ്, അപ്പൊ എനിക്ക് എന്തായാലും അവിടെ എത്തണം, അതിന്റെ സാധ്യതകൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവരെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഞാൻ എന്താ അങ്ങോട്ടേക്ക് പോവാട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നീ പോണ്ട എന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് അവിടെ തീർന്നു. ഒരു യാഥാസ്ഥിതികമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ വളരെ അധികം സ്ഥിരം കേൾക്കുന്ന ആ ഒരു കാര്യം, അതായത് ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയുള്ള ഫീൽഡിനെ കുറിച്ച് മാത്രം വളരെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോട് ഇപ്പൊ അവരുടെ മകൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോഗ്രാഫി പഠിക്കാൻ എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെ അതെ, ഇതൊക്കെ ഒരു ജോലിയാണോ അല്ലെ? എനിക്കിപ്പോ ഫിലിമിനോടാണ് താല്പര്യം, ഇതൊക്കെ ഒരു ജോലിയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സോ നമ്മള് അതുപോലെ പ്രിപ്പയർ ചെയ്യാൻ സ്പോർട്സിന്റെ ഇപ്പൊ കുറെ മാറി, പക്ഷെ കുറച്ചു നാൾ മുമ്പ് വരെ ക്രിക്കറ്റർ ആവണം, ഫുട്ബോൾ ആണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. നടന്നോ പഠിക്കണ്ട അങ്ങനെയൊക്കെ പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാരന്റ്സ്. കാരണം ആ കിഡ്സ് ആണല്ലോ ഇപ്പൊ പാരന്റ്സ്. അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ പാരന്റ്സ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ SWOT അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ വളരെ സില്ലി ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവൻ നമുക്കാണെങ്കിൽ പോലും ഈ SWOT അനാലിസിസ് നമ്മുടെ കരിയർ ഗ്രോത്തിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും വൺസ് നമ്മൾ ചെയ്തിട്ട് പിന്നെ ഇനിയിപ്പോൾ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കും. ബട്ട് എവറി ഇയർ നമ്മളൊരു ഡേറ്റ് സെറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബർത്ത്ഡേക്ക് ഒരു SWOT അനാലിസിസ് ചെയ്താൽ വളരെ നല്ലൊരു നമ്മുടെ ഗ്രോത്തിനും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഈ SWOT അനാലിസിസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ കുട്ടികൾ ജേർണലിംഗ്, അതുപോലെ ഡയറി, അതുപോലെ അവരെ കുറിച്ച് തന്നെയുള്ള കുറെ മെമ്മറീസും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതും ഇതും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നല്ലതാണ്. പക്ഷെ ഇത് കണക്ഷൻ ആക്കി നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം SWOT അനാലിസിസ് നമ്മൾ വർഷത്തിൽ ഒന്നൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ജേർണലിംഗ് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെ. അതായത് നമുക്ക് ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ പാരന്റ്സിനോടോ അങ്ങനെ ഇന്റിമേറ്റ് ഫ്രണ്ട്സിനോട് പോലും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ജേർണലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളൊരു ഡയറി പോലെ എഴുതി സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇവിടെ ഇഷ്യൂ വരുന്നത് നമുക്കറിയാം,
ജേർണലിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പലരും അതെടുത്ത് വായിക്കുമോ എന്നുള്ള ടെൻഷൻ, അത് എഴുതിയതിന്റെ പേരിലുള്ള വേറെ വലിയ വലിയ പ്രശ്നം. ഇപ്പം പല കുട്ടികളും നമ്മുടെ അടുത്ത് ഒരു കൗൺസിലിംഗ് പോലെ വന്ന് പറയാറുണ്ട്, ഞാൻ പണ്ട് ഡയറി എഴുതിക്കൊണ്ടിരുന്നതാണ്, പക്ഷെ ഇനി ഒരിക്കലും ഞാൻ എഴുതില്ല. എന്തുകൊണ്ടാണ്? ആ ഡയറി കാരണം വീട്ടിലും പ്രശ്നമായി, സ്കൂളിലും പ്രശ്നമായി, എന്നെ സ്കൂളിൽ നിന്ന് വരെ പുറത്താക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. നമ്മളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ പ്രൈവസി കൊടുക്കാറില്ല അല്ലെ. നമ്മളുടെ മക്കൾക്കാണെങ്കിൽ പോലും നമ്മൾ പ്രൈവസി കൊടുക്കാറില്ല. അവർ ചെറുതാണെങ്കിൽ അവർക്കൊരു റെസ്പെക്ട് നമ്മൾ ആ ഒരു റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. മറ്റുള്ളവരുടെ ഫോണ് പരിശോധിച്ച് നോക്കുക. അവരുടെ സമ്മതത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അവർക്ക് സമ്മതം അല്ലെങ്കിൽ നമ്മളത് എടുത്ത് വായിക്കുക. അത് വളരെ മോശമായിട്ടുള്ളത്. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഒരാളുടെ ഡയറി എടുത്ത് വായിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അവരുടെ മനസ്സിലുള്ള ജേർണലിംഗ് ഇപ്പോൾ എടുത്ത് വായിക്കുന്നത് അതൊക്കെ മോശം ഉള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് ഫോണിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഫോണിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രായം വരെ കുട്ടികൾക്ക് ഫോൺ അധികം ഇത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, കുട്ടികൾക്ക് ശരിക്കും ഫോൺ കൊടുക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് എപ്പോഴും ഒരു പാരന്റൽ ഗൈഡൻസ് ഉണ്ടെങ്കിലേ പാരന്റ്സിന് ഒരു സമാധാനം ഉണ്ട്. ഇപ്പോഴത്തെ ഒരു കാലം ആയതുകൊണ്ട് പാരന്റ്സിന്റെ ഈ നമുക്ക് ആപ്പ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് മാത്രല്ല, ശരിക്കും ഫാമിലിയിൽ നമുക്ക് സത്യം പറഞ്ഞാല് ലോക്കിന്റെ ആവശ്യം വരുന്നില്ല അല്ലെ. നമ്മളൊരു അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും അവിടെ ഒരു ലോക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, ഞാൻ എടുക്കുന്നുണ്ടേ എന്നൊന്ന് പറഞ്ഞിട്ട് എടുക്കുന്നല്ല. ഇപ്പം നമ്മൾ ഹസ്ബൻഡിന്റെ ഫോൺ ആണെങ്കിലും വൈഫിന്റെ ഫോൺ ആണെങ്കിലും അതിൽ ലോക്ക് ഉള്ളപ്പോൾ നമുക്കൊരു ടെൻഷനാണ്, എന്തായിരിക്കും അതിനകത്ത് എന്ന് അറിയാനല്ലേ. അതൊരു പ്രത്യേകത. നമ്മൾ അത് സൈക്കോളജിക്കലി അങ്ങനെയാണ്. ഒരാൾ ലോക്ക് ഇട്ട് കാണിക്കാതെ ഒളിപ്പിച്ച് കൊണ്ട് നടക്കുമ്പോൾ അത് കാണാൻ നമുക്ക് എന്തായിരിക്കും. അതെ അതെ. അതേ സമയത്ത് ഞാൻ പറയുന്നത്, നമ്മുടെ ഫാമിലിയിൽ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എല്ലാവർക്കും ഒരേ ലോക്ക്, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുള്ളൂ അല്ലെ. പക്ഷെ നമ്മൾ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് അക്നോളജ് ചെയ്യാൻ എടുക്കുന്നുണ്ട്, ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്താൽ അത് കുറച്ചും കൂടെ ഒരു മാനേഴ്സ് കുറച്ചും കൂടെ ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പല കുട്ടികളും പറയാറുണ്ട്, ലൈക്ക് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് തട്ടി എടുത്തോണ്ട് പോവാ, അല്ലെങ്കിൽ ചിലപ്പോ അവര് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഉള്ള അവരുടേതായ രീതിയിലുള്ള ഒരു ചാറ്റ്. ഇപ്പൊ നമുക്കറിയാലോ, കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്, ഇപ്പൊ നമ്മളും ടീനേജ് ഒക്കെ കഴിഞ്ഞു അവര് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചിലപ്പോ ആരുടെങ്കിലും പുതിയ വാക്കുകളോ അല്ലെങ്കിൽ ആരുടെങ്കിലും കുറ്റമൊക്കെ പറയുന്ന സമയത്തായിരിക്കും ഇത് അടിച്ചുകൊണ്ട് പോകുമ്പോ പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട്. പല കുട്ടികളും വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചിലപ്പോ അവര് ഈ ടീനേജേഴ്സിലൊക്കെ നമുക്കറിയാലോ ലവ് അഫെയർസ് ഒക്കെ ഉണ്ട്, അവള് ലവ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കായിരിക്കും ചിലപ്പോ വന്ന് ഫോൺ എടുത്തോണ്ട്. ഫോൺ എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പാരന്റ്സ് അഥവാ ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് പകരം അത് മറ്റേ കുട്ടിയുടെ പാരന്റിനെ വിളിച്ച് പറയുക, അല്ലെങ്കിൽ അത് സ്കൂളിൽ പറഞ്ഞ് അത് ഇൻഫോം ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളിൽ അത് ഭയങ്കര നഷ്ടപ്പെടും. അല്ല, ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന മാത്രമല്ല, കുട്ടികൾക്ക് അത് ഭയങ്കര സ്ട്രെസ്സാണ് മെന്റലി. പിന്നെ കുട്ടികൾക്ക് ആ സ്കൂളിൽ പോകാനോ അല്ല പാരന്റ്സിനോട് മിണ്ടാനോ അങ്ങനെയൊക്കെയാണ് പലപ്പോഴും കുട്ടികൾ പാരന്റ്സ് ആയിട്ട് റിവെഞ്ച് ഒക്കെ ആയി പോകുന്നത്. ഒരിക്കലും ഇനി ഞാൻ അമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോട് സംസാരിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂസിലേക്ക് പോകും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അക്നോളജ് ചെയ്യാം, ആ ഒരു റെസ്പെക്ട്, ഞാൻ നിന്റെ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ എന്നൊന്ന് പറഞ്ഞിട്ട് എടുത്താൽ ഇറ്റ് വിൽ ബി ബെറ്റർ. പിന്നെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മോണിറ്റർ ചെയ്തിട്ടുള്ള ബാക്കി എഫക്റ്റ്, അതായത് നിന്റെ ഫോണിൽ എന്താണ് കണ്ടത്, ആ ഒരു ക്വസ്റ്റ്യനിങ് നമ്മൾ പറയും. പക്ഷെ നമ്മുടെ കുട്ടികളെല്ലാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, കുരുത്തക്കേടൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് ഒരു വിഷയമില്ല. പക്ഷെ ചെക്ക് ചെയ്തതിന് ശേഷം ട്രോമറ്റൈസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇഷ്യൂ വരിക. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി, ഞാൻ അറിയാതെ എന്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്തതിന് പ്രശ്നമില്ല, പക്ഷെ ചെക്ക് ചെയ്തിട്ട് അതിനെ കുറിച്ച് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്തു കൊടുക്കുമ്പോഴാണ് അവിടെ ഇഷ്യൂ വരിക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ശരിക്കും പറഞ്ഞാല്. അല്ലെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കാം അല്ലേ, എന്താണ് കാര്യം. അതെ അതെ, നമുക്ക് നേരിട്ട് ചോദിക്കാം, എടാ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ഇത് നമുക്ക് തന്നെ കുത്തി ചോദിക്കാവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് അവരുടെ അടുത്ത് നിന്ന് എടുക്കാൻ വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളാകുമ്പോൾ, എന്താ നിന്റെ മുഖത്തൊരു ഭാവവ്യത്യാസം, എന്തോ പ്രശ്നം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് പതുക്കെ ആ ഒരു ഇഷ്യൂ എടുക്കാം. പിന്നെ നമുക്ക് സ്കൂളിലാണ് ഇഷ്യൂ എങ്കിൽ നമുക്ക് പറയാം,
നിന്റെ സ്കൂളിൽ എന്തെങ്കിലും പറ്റിയോ, ഏതൊരു കുട്ടി എന്തോ ചെയ്ത പോലെ പറഞ്ഞല്ലോ, അങ്ങനെ നമ്മൾക്ക് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എരയെ പിടിക്കാം. ശരിക്കും നമുക്ക് അങ്ങനെ അവരെ കൊണ്ട് തന്നെ ഈ ഇഷ്യൂ പറയിപ്പിക്കാം. അതല്ല, ഞാൻ നിന്റെ ഫോണിൽ അത് കണ്ടല്ലോ, എന്താ നീ അങ്ങനെയൊക്കെ ചെയ്യുന്ന, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് അതൊരു, എനിക്കൊരു പ്രൈവസി ഇല്ല ഈ വീട്ടില്, ഞാൻ എന്ത് ചെയ്താലും ഇവര്, ഇപ്പൊ എനിക്ക് ആരോടും ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴാണ് അവര് സീക്രട്ട് ആയിട്ടുള്ള വേറെ കാര്യങ്ങളിലേക്ക് പോവാ. മനസ്സിലായില്ലേ? നമ്മൾക്ക് ആ ഒരു പ്രൈവസി കൊടുക്കുന്നില്ല എന്ന് കാണുമ്പം അവര് വേറെ വേറെ കാര്യങ്ങളിലേക്ക് പോകും. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റിന്റെ കാര്യവും അതുപോലെ അവരുടെ ഒരു പ്രൈവസിയും, അപ്പൊ അവരുടെ ആ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മളോട് മനസ്സിലാക്കി അവരോട് പെരുമാറുക എന്നുള്ളതൊക്കെയാണ്. സോ നമ്മൾ ആക്ച്വലി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് വരുന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു എന്തെടുക്കണം അതിനെപ്പറ്റി, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു റൊട്ടീൻ കഴിഞ്ഞ് അവർക്ക് ഇനി ജോലി കിട്ടുന്ന ആ ഒരു ഗ്യാപ്പിനെ പറ്റിയിട്ടാണ് അല്ലെ? അതെ അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ ടിപ്സ് നമ്മളിപ്പോ പറഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡേ മുതൽ അവർക്കൊരു ഗ്യാപ്പ് ആണെന്നുള്ള പാരന്റ്സ് മനസ്സിലാക്കുക എന്നുള്ള ഫസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ കമ്പാരിസൺ നിർത്തണം. പിന്നെ സോഷ്യൽ മീഡിയ നമുക്കറിയാം ഇപ്പോഴത്തെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം അവർ നോക്കുമ്പോൾ ഓരോ റീൽസിലും അല്ലെങ്കിൽ പോസ്റ്റുകൾ അവരുടെ ഫ്രണ്ട്സ് ഇടുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അയ്യോ എനിക്കില്ലല്ലോ അവരുടെ ഉണ്ടല്ലോ അങ്ങനെയുള്ളൊരു കമ്പാരിസൺ വരും. നമ്മൾ ഒരിക്കലും നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ലോകമാണല്ലേ. റിയൽ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. റിയൽ വേഴ്സസ് റീൽഡ് പറഞ്ഞിട്ട് തന്നെ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കാണാറുണ്ട്. അപ്പം അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ചിലപ്പോൾ നല്ല ജോലി ആവണമെന്നില്ല. നമ്മളെ വെയിറ്റ് ചെയ്ത് നല്ലൊരു ജോലി ഇരിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാം അതിന്റെ സമയത്ത് നടക്കും എന്നുള്ള ഒരു ശുഭ വിശ്വാസം നമുക്ക് എപ്പോഴും വേണം. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവാം. നമ്മൾ നമ്മുടെ ആ ഒരു ഗോളിലേക്ക് എത്താൻ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. അല്ലാതെ അവന് കിട്ടിയല്ലോ ഇവന് കിട്ടിയല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളെ തേടി ഒരിക്കലും ജോലി വരില്ല. നമ്മൾ ജോലിയെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ നമ്മൾക്കിനി പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ നല്ലൊരു റെസ്യൂമെ ഒക്കെ ഉണ്ടാക്കുക, അതുപോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓരോ കാര്യങ്ങൾ, ഓരോ ഇന്റർവ്യൂസിന് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയാം. എല്ലാത്തിനും അതിൻ്റെതായ അതെ. ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക, നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുക. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സ്കിൽസ് വേണമെങ്കിൽ അതിന് പറ്റിയ എന്തെങ്കിലും ചെറിയ കോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ സ്കിൽ ഡെവലപ്മെന്റ്. അതെ അതെ, സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് തന്നെ പാസാപ്പിൽ തന്നെ ഇഷ്ടംപോലെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ സ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് PM-ന്റെ ഒക്കെ അങ്ങനെ കുറെ ഓപ്ഷൻസ്, സ്കില്ല് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ ഇത്ര അവേഴ്സിന്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി എന്താണോ അതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ സ്കിൽ കോഴ്സസ് ഒക്കെ എനിക്ക് തോന്നുന്നു ചെറിയ ഡ്യൂറേഷനിലുള്ള 30 hours 40 hours 10 hours ഒക്കെ കോഴ്സസ് ഉണ്ട്. വേണമെങ്കിൽ 3 months കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലും വേണമെങ്കിൽ പോയി നമുക്ക് ആ ഒരു ഗോൾ ഉണ്ടെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സസ് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എത്ര കോഴ്സസും സർട്ടിഫിക്കേഷൻസും നമുക്കുണ്ട്, അതൊക്കെ നമുക്ക് ആഡ് ഓൺ ആണ് അല്ലെ. നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കോഴ്സസ് ചെയ്തൊക്കെ നമുക്ക് ആഡ് ഓൺ ആണ്. ഒരിക്കലും ഒരു കോഴ്സും വേസ്റ്റ് ആവില്ല. നമ്മൾ എന്ത് പഠിച്ചാലും ഒരു ദിവസം നമ്മൾ പോയി പഠിച്ചാലും അത് നമുക്ക് അതൊരു ഉപകാരം തന്നെ ആയിരിക്കും. സോ അത് നമ്മൾ അങ്ങനെ ചെയ്താൽ വളരെ നല്ല കാര്യമാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് നികത്താൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എനിക്കിപ്പോൾ ജോലി കിട്ടിയില്ല, ഓക്കെ, ഇനി ജോലിക്ക് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സസ് പഠിക്കാം. ഇഷ്ടം പോലെ ഫ്രീ കോഴ്സസ് ഉണ്ട്, ചെറിയ എന്താണ് ഫീസിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്ന കോഴ്സസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പഠിക്കുക. മറ്റുള്ളവരുടെ അഡ്വൈസ് അധികം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഫോക്കസ്ഡ് ആണ്. എനിക്ക് ഈ ഒരു ജോബ് എനിക്ക് പറ്റും, അതിലാണ് എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ്. 1-2 പേരുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കാന്നല്ലാതെ കാണുന്നവരോടെല്ലാം ഞാൻ എന്തെടുക്കും ചോദിച്ചാലും പല അഡ്വൈസസ് ആയിരിക്കും. അവസാനം ഞാൻ അതെടുത്ത ശരിയാവോ ഇതെടുത്ത ശരിയാവോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലേ, അതുവരെ ഉണ്ടായിരുന്ന ഒരു റൊട്ടീൻ
ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാല് ഒരു റൊട്ടീൻ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. റുട്ടീൻ ക്രിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ മുതൽ നമ്മളിപ്പം നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഫസ്റ്റ് തരുന്നത് റൊട്ടീൻ കറക്ഷനാണ്. രാവിലെ എണീക്കേണ്ട ടൈം, ഫുഡ് കഴിക്കേണ്ട ടൈം, ഓരോ കാര്യത്തിനും സ്പെൻഡ് ചെയ്യേണ്ട ടൈം, നമ്മുടെ റൊട്ടീൻ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം രാവിലെ ഒരു 11:30-12 മണിക്ക് എണീക്കുന്നു, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു, ബ്രഞ്ച് കഴിക്കുന്നു, അപ്പോൾ രാത്രി എപ്പോഴെങ്കിലും കിടന്നുറങ്ങുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു റുട്ടീനിൽ പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ല ഒരു കരിയറോ അല്ലെങ്കിൽ നല്ല ഒരു ഗോളിലോ എത്തില്ല. സോ ഇതുവരെ ഉണ്ടായിരുന്ന റുട്ടീൻ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ മാക്സിമം ഫോളോ ചെയ്യാം. എനിക്കിനി മുതലൊന്നും ചെയ്യാനില്ല, സോ ഞാൻ 11 മണിക്ക് എണീക്കുന്നു, ആർക്കും എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചിരുന്നാൽ നമ്മുടെ കരിയർ ഗ്രോത്തോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റാ വിചാരിക്കുന്ന ഗോളിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റൂല. സോ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. റുട്ടീൻ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കാം. ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കോഴ്സസ് എടുക്കുന്നത് അതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ നമുക്ക് ഇന്റേൺഷിപ്പിന് പോകാം. വലിയൊരു സാലറി കിട്ടിയില്ലെങ്കിലും ചെറിയൊരു സാലറിക്ക് നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമുക്കിതൊരു പ്രാക്ടീസ് ആണ് അല്ലേ, ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. നമ്മൾ ലൈഫിൽ പല ലെസൺസും പഠിക്കാൻ പറ്റും. നമ്മൾ പേഷ്യൻസ് എന്താന്നൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ ഇന്റേൺഷിപ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെയും കുറെ ഗുണങ്ങളുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും തീർന്നു എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞ് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് മുകളിലേക്ക് നോക്കി ആലോചിച്ചിരുന്നിട്ട് കാര്യം. ഒരുപാട് സാധ്യതകളുണ്ട്, നമ്മൾ അത് ശരിയായിട്ടുള്ള യൂസ് ചെയ്യുക, കണ്ടുപിടിക്കുക, അതിനെ യൂസ് ചെയ്യുക. ആൻഡ് ഏറ്റവും ബെസ്റ്റ് മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കുള്ളൂ എന്നുള്ള ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും നമ്മൾ അത് പോയാൽ ശരിയാവും തോന്നില്ല, അല്ലെങ്കിൽ അവിടെ പോയാൽ കുറെ സമയം വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങളിൽ ചിന്തിക്കാതെ കുഴപ്പമില്ല, നമ്മൾക്കൊരു എക്സ്പീരിയൻസ് ആണ്, ഞാൻ വീട്ടിലിരിക്കുന്നതിലും ഭേദമാണ് ഞാൻ അതെന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ചെറിയ ലാഡർ ആണ് എന്ന് കരുതി നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ളതാണ്.